ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഏറ്റവും സിമ്പിളായിട്ടുള്ള രീതിയിൽ എങ്ങനെയാണ് നെക്ക് ചെയ്തെടുക്കേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഇത് ചെയ്യണതിന് ക്യാൻവാസ് ഒന്നും വേണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഞാനിവിടെ നെക്കിൻ്റെ വീതി ആദ്യമേ തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. എനിക്ക് വേണ്ട നെക്കിൻ്റെ വീതി 3.25 ഇഞ്ചാണ്. ആ ഒരു 3.25 ഇഞ്ച് ഞാൻ ഈ ഒരു മുകൾ ഭാഗത്തായിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ നെക്കിൻ്റെ ഇറക്കാണ് കേട്ടോ ഇനി അടുത്തായിട്ട് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു മുകളിലെ ടേപ്പ് വെച്ച് നേരെ അടിയിലേക്ക് ഞാൻ 5.5 ഇഞ്ച് നെക്കിൻ്റെ ഇറക്കവും മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിനൊന്ന് ബോക്സ് പോലെ വരച്ചു കൊടുക്കാം കേട്ടോ. ബോക്സ് വരയ്ക്കാനായിട്ട് ഞാൻ അടിയിലും 3.25 ഇഞ്ച് മാർക്ക് ചെയ്തു. മുകളിൽ നിന്ന് 5.5 ഇഞ്ച് എവിടെയാണോ വരണേ അവിടെ ഒന്ന് പോയിന്റ് ചെയ്തു. ഇനി നമുക്ക് ഇതിനൊന്ന് ബോക്സ് ആയിട്ട് വരച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളൊരു ബോക്സ് വരച്ചിട്ടുണ്ട്. ഈ ഒരു ബോക്സിൻ്റെ ഉള്ളിൽ നമുക്ക് വേണ്ട നെക്കിൻ്റെ പാറ്റേൺ വരച്ചു കൊടുക്കാം കേട്ടോ. എനിക്ക് വേണ്ട നെക്ക് പാറ്റേൺ വരയ്ക്കാനായിട്ട് ഞാൻ ഈ ഒരു ബോക്സിൻ്റെ ഈ ഒരു കോർണറിൻ്റെ മുകൾ ഭാഗത്തേക്കായിട്ട് ഞാനൊരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്തു. 1.5 ഇഞ്ച് മുകൾ ഭാഗത്തേക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ആ ഒരു പോയിന്റിൽ നിന്ന് ഈ ഒരു കോർണറിലേക്ക് ഞാൻ ഇതുപോലെ അങ്ങ് ചെരിച്ച് മാർക്ക് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു നെക്ക് പാറ്റേൺ ആണ് ഞാൻ ചെയ്തെടുക്കുന്നത്. സെയിം ഈ മാർക്കിംഗ് തന്നെ ഞാൻ ഇപ്പുറത്തെ വശത്തും കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്കിപ്പോൾ ആ ഒരു ചോക്കിൻ്റെ മാർക്കിംഗ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അത് വെച്ച് ജസ്റ്റ് ഒന്ന് ഡാർക്കൺ ചെയ്ത് വരച്ചാൽ മതി കേട്ടോ. ഇപ്പം രണ്ട് സൈഡിലും നമ്മൾ നെക്ക് പാറ്റേൺ വരച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാറ്റേൺ ആണ് കേട്ടോ നമ്മൾ ഫ്രണ്ട് നെക്കിൽ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ലൈനിങ്ങിൽ നമ്മൾ നെക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച മെയിൻ ഫാബ്രിക് എടുക്കാം. അടുത്തതായിട്ട് ഞാനിവിടെ മെയിൻ ഫാബ്രിക് എടുത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ മെയിൻ ഫാബ്രിക്. ഈ ഒരു മെയിൻ ഫാബ്രിക്കിൻ്റെ നല്ല വശമാണിത്. ഈ ഒരു നല്ല വശത്തിൻ്റെ മുകൾ ഭാഗത്തേക്കായിട്ട് നമുക്ക് ഈ ഒരു ലൈനിങ് ഇതുപോലെ ചേർത്ത് വയ്ക്കാം. അപ്പോൾ ഇതുപോലെ ചേർത്ത് വെച്ചതിന് ശേഷം നമ്മളിപ്പോൾ വരച്ച നെക്ക് പാറ്റേൺ ഉണ്ടല്ലോ, ആ സെയിം വരച്ചേക്കട തന്നെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ വരച്ചേക്കട തന്നെ 2 വട്ടം സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കാണിക്കാം. ഇപ്പം ഞാൻ ഈ വരച്ചേക്കട തന്നെ 2 വട്ടം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ വരച്ചേന്ന് കുറച്ച് ഗ്യാപ്പ് ഇട്ട് നമുക്ക് ഇതേ ഷേപ്പ് തന്നെ അങ്ങ് കട്ട് ചെയ്ത് കളയാം കേട്ടോ. ഇതുപോലെ കുറച്ച് ഗ്യാപ്പ് ഇട്ട് ഇതേ ഷേപ്പ് തന്നെ അങ്ങ് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ ഇതുപോലെ എക്സ്ട്രാ നിൽക്കുന്നത് നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ ചെറിയ കട്ടുകൾ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾ കട്ട് ഇട്ട് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, സ്റ്റിച്ചിങ് ലൈനിൽ കൊള്ളാൻ പാടില്ല. എന്നാൽ ഡീപ്പായിട്ട് കട്ട് ചെയ്യാൻ വേണം. ഒന്ന് ചെരിച്ചത് ഇതുപോലെ അങ്ങ് കട്ടിട്ട് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ നമ്മൾ കട്ടിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല നീറ്റായിട്ട് നമുക്ക് മറച്ചെടുക്കുമ്പോൾ ഈ ഒരു നെക്ക് പാറ്റേൺ കിട്ടും. അപ്പോൾ ഞാൻ ചുറ്റും കട്ടിട്ട് കൊടുത്തതിന് ശേഷം കാണിക്കാം. അങ്ങനെ ഈ ഒരു നെക്കിന് ചുറ്റും ചെറിയ ചെറിയ കട്ട് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വേറെ ഒന്നുമില്ല, നമുക്ക് ഈ ഒരു ലൈനിങ് തുണി ബാക്കോട്ട് മറച്ചു കൊടുക്കാം കേട്ടോ. അങ്ങനെ ഈ ഒരു ലൈനിങ് ഫാബ്രിക് ബാക്കോട്ട് മറച്ചു കൊടുത്തിട്ടുണ്ട്. ഭംഗിയായിട്ട് തന്നെ നമുക്ക് ഈ ഒരു നെക്ക് പാറ്റേൺ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു അരികത്തേക്കടെ ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പം അങ്ങനെ പതിച്ച് സ്റ്റിച്ച് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നന്നായിട്ടൊന്ന് അയൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത് വൃത്തിയായിട്ട് ഇരുന്നോളും. അത് ഓരോ മെറ്റീരിയൽ അനുസരിച്ചിരിക്കും. കോട്ടൺ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് അയൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പതിച്ചടിക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ നോക്കിയിട്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ക്ലിയർ ആയെന്ന് വിചാരിക്കണു. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.